റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ചികിത്സാ പിഴവ് കാരണം 1.5 വയസ്സുകാരൻ മരിച്ച പയ്യന്നൂർ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. 7 പേരെയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ 3 പേരെ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അനുവദിച്ചുള്ളൂ. കേസിലെ ഇടപെടലിന്റെ ഭാഗമായാണ് അനാവശ്യമായ ആളുകളെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പറഞ്ഞു. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ട് എന്നും ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളത് 5 പേരിൽ 3 പേർ നെഗ്ലിജൻസ് കണ്ടെത്തി. ഒരു ഡോക്ടർ അങ്ങനെ ഇല്ല എന്ന് ഫൈൻഡിങ് പറഞ്ഞു. മറ്റൊരാൾ അഭിപ്രായമൊന്നുമില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും ഞങ്ങളുടെ ഒപ്പീനിയൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPക്ക് എത്രയും പെട്ടെന്ന് കൈമാറും. അതെ, ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫൈൻഡിങ്ങാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വെച്ച് ഞങ്ങളുള്ളത്. അത് വെച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറും. പിന്നെ പോലീസാണ് ആ കാര്യത്തിന് മുകളിൽ എന്ത് നടപടി കൈക്കൊള്ളണം, ആരെയൊക്കെ പ്രതികരണം എന്നൊക്കെ പോലീസാണ് തീരുമാനിക്കുന്നത്. ആദ്യം കുടുംബം എന്താണ് പറഞ്ഞതെന്നൊന്നും എൻ്റെ ശ്രദ്ധയിലില്ല. ഏതായാലും പോലീസിൻ്റെ നമുക്ക് കിട്ടിയ രേഖകളിൽ കുടുംബത്തിന് അങ്ങനെ പരാതി ഉണ്ടായതിന് ഭാഗമായിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ പരാതിക്ക് അടിസ്ഥാനമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അർജുൻ കല്യാണ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി ബോർഡ് രൂപീകരിച്ചു എന്നതാണോ, അതോ 7 പേരുണ്ടായിട്ട് 3 പേരെ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചുള്ളൂ എന്നതാണോ ഇപ്പോൾ പരാതി? മാധു, അതായത് കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഇതിനകത്ത് ഇങ്ങനെ ഒരു നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചത്. ഇന്നലെയാണ് ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേർന്നത്. ആ യോഗത്തിനകത്ത് സാധാരണഗതിയിൽ അല്ലെങ്കിൽ നിയമാനുസൃതമായി പങ്കെടുക്കാൻ വേണ്ടി അനുവാദമുള്ളത് അല്ലെങ്കിൽ ബോർഡ് രൂപീകരിക്കുമ്പോൾ ഉണ്ടാവേണ്ടത് ഇത്രയധികം ഡോക്ടർമാർ ഉണ്ടാവേണ്ടുന്ന സാഹചര്യമില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കൂടുതൽ പേരെ ഈ മെഡിക്കൽ ബോർഡിന് അകത്ത് ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗത്തിനകത്ത് ഉയർന്ന ചോദ്യം. ആ ഘട്ടത്തിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ ഇതിനകത്ത് ഇടപെടുകയും ഈ പറയുന്ന അധികമായി ഈ മെഡിക്കൽ ബോർഡിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരെ ഈ യോഗത്തിൽ നിന്നും വിലക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി ഈ 5 ഡോക്ടർമാർ മാത്രമാണ് ഈ മെഡിക്കൽ ബോർഡിന്റെ ഭാഗമായി പങ്കെടുത്തിട്ടുള്ളത്. 7 പേരും DMOയും അടക്കമാണ് ഈ പറയുന്ന മെഡിക്കൽ ബോർഡിനകത്ത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു നാടകീയ രംഗങ്ങൾക്കൊടുവിൽ മറ്റ് ഡോക്ടർമാർ ഈ യോഗത്തിന് പുറത്തു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനകത്ത് കുടുംബം വലിയ രീതിയിലുള്ള ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ വലിയ ഒരു ആശുപത്രി ലോബിക്കെതിരെയാണ് തങ്ങൾ ഇത്തരം ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഇടപെടലുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം കുടുംബം ആദ്യം തന്നെ പറഞ്ഞതാണ്. ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിലുൾപ്പെടെ കുടുംബത്തിന് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ കൂടുതൽ ഡോക്ടർമാർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമാണ്. പ്രധാനമായും DMOക്കെതിരെ തന്നെയാണ് ഈ ചോദ്യ മുന ചെന്ന് പതിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പവും അവ്യക്തതയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ ഈ മെഡിക്കൽ ബോർഡ് ഇന്നലെ എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത് 5 പേരാണ് ഈ ബോർഡിനകത്ത് ഉണ്ടായിരുന്നത്. അതായത് ഈ പറയുന്ന ആളുകളെ മാറ്റി നിർത്തിയതിനു ശേഷം 5 പേരാണ് യോഗം ചേർന്നത്. അതിൽ 3 പേർ ആശുപത്രിക്ക് ക്രിമിനൽ അനാസ്ഥ, അത് ആ വേർഡ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിമിനൽ അനാസ്ഥ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നത്. അതിനകത്ത് ഒരാൾ ഇതിനകത്ത് അഭിപ്രായമൊന്നും പറയാതെ മാറി നിന്നു. മറ്റൊരാൾ ഈ ഡോക്ടർമാരെ പിന്തുണച്ചുകൊണ്ടാണ് ഈ യോഗത്തിനകത്ത് നിലപാടെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതിനകത്ത് ഈ പറയുന്ന ഒരു പൊതുവികാരം, അതായത് 3 പേരുടെ തീരുമാനം എന്ന രീതിയിൽ ഈ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡും വിലയിരുത്തുന്നത്. ഈ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനങ്ങളിൽ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ക്രിമിനൽ ആയിട്ടുള്ള പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് പുറത്തേക്ക് വന്ന വിവരവും. 7 പേരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത് സമ്മർദ്ദത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്.